വീണ്ടും ഹൈന്ദവ വിരുദ്ധ പരാമർശവുമായി CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. പാമ്പ് ദൈവമല്ല എന്നാണ് പരാമർശം. പന്നി ക്ഷുദ്രജീവിയായി കേന്ദ്രം പ്രഖ്യാപിക്കാത്തതിന് പിന്നിൽ RSS എന്നും KP ഉദയഭാനു. വന്യജീവി ശല്യം കാരണം കർഷകർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധമെന്നും ഉദയഭാനു പറയുന്നു. വിവരങ്ങളുമായി CG ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, കഴിഞ്ഞ ദിവസം ഹൈന്ദവ വിരുദ്ധ പരാമർശം നടത്തി വിവാദത്തിലായതാണ്. ഉമേഷിലേക്ക് തിരികെ എത്താം. അതിനു മുമ്പ് ഉദയഭാനുവിൻ്റെ പ്രതികരണത്തിലേക്ക്. നാട്ടിലെ ആളുകൾക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഈ ജില്ലയിൽ തന്നെ ഒരു 10-12ഓളം വരുന്ന പഞ്ചായത്തുകളിൽ ആന, പുലി, കടുവ ഇറങ്ങി ആളുകളെ കൊല്ലുകയാണ്. നാട്ടിലെ ആളുകൾക്ക് ജീവിക്കാൻ വയ്യാത്ത രീതിയിലേക്ക് പന്നിയുടെ ശല്യം ഉണ്ടാകും. ഈ പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം എന്ന് കേരള ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ് അതിന് തയ്യാറാവാതിരിക്കുന്നത് അതിൽ RSSൻ്റെ ഇടപെടലുണ്ട്. അവരുടെ വാദഗതി എന്ന് പറയുന്നത് ഈ വരാഹം എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ അവതാരമാണ്. വരാഹം എന്ന് പറഞ്ഞാൽ പന്നിയാണ്. അതുകൊണ്ട് അവരുടെ ഇടപെടലുകൊണ്ടാണ് പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാതിരിക്കുന്നത്. വരാഹത്തെ അവർ ദൈവമായിട്ടാണ് കാണുന്നത്. വിവരങ്ങൾ നൽകാൻ CG ഉമേഷ് ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നും. ഉമേഷ്, വീണ്ടും ഹൈന്ദവ വിരുദ്ധ പരാമർശവുമായി CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്നലെ ഒരു പ്രതിഷേധ പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞതിന് പിന്നാലെ ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ട് വീണ്ടും അദ്ദേഹം ഹൈന്ദവ വിരുദ്ധ പരാമർശം നടത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഇന്നലെ നടത്തിയ വിവാദ പരാമർശത്തിൽ ഒരു വിശദീകരണത്തിനായാണ് ഇന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടത്. എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധരുത്തൽ ഉണ്ടാകും എന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ തെറ്റിദ്ധരുത്തലല്ല, താൻ പറഞ്ഞത് ഒന്നുകൂടി അടിവരയിട്ട് പറയാൻ വേണ്ടിയാണ് KP ഉദയഭാനു മാധ്യമങ്ങളെ കണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ പറഞ്ഞ അതേ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല, കുറച്ചുകൂടി കടുപ്പിച്ച കാര്യങ്ങൾ പറയുന്നു. ഭാരതത്തിൽ പന്നിയെ ഉൾപ്പെടെ ദൈവമായി കാണുകയാണ്. അത് RSSന്റെ ഇടപെടൽ ഇതിന് പിന്നിലുണ്ട് എന്നാണ് പ്രധാനമായും ഉദയഭാനു ആരോപിക്കുന്നത്. RSSന് മേൽ പഴിചാരിക്കൊണ്ട് മുഴുവൻ ഹൈന്ദവ വിശ്വാസങ്ങളെയും അധിക്ഷേപിക്കുന്ന തരത്തിലേക്കാണ് ഉദയഭാനുവിന്റെ പ്രതികരണം ഉണ്ടായത്. പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാത്തതിന് പിന്നിൽ ഹൈന്ദവ വിശ്വാസങ്ങളാണ് അതിന് കാരണമെന്നാണ് ഉദയഭാനു ചൂണ്ടിക്കാട്ടുന്നത്. വിഷ്ണുവിന്റെ അവതാരമായി ഹൈന്ദവർ പന്നിയെ കാണുന്നുണ്ട്, വരാഹത്തെ കാണുന്നുണ്ട്. വരാഹം എന്നാൽ പന്നി എന്നാണ്. അതുകൊണ്ടാണ് ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാക്കാത്തത്. മാത്രമല്ല, പാമ്പിനെ ഉൾപ്പെടെ ആരാധിക്കുന്നത് വിചിത്രമായ രീതിയാണ് എന്നത് വീണ്ടും ആവർത്തിക്കുകയാണ് KP ഉദയഭാനു. ഇന്നലെ ഉദയഭാനുവിന്റെ പ്രതികരണം അത് വലിയ വിവാദങ്ങളായിരുന്നു. ഹൈന്ദവ സംഘടനകളൊക്കെ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. അപ്പോഴും നിലപാട് തിരുത്താതെ വീണ്ടും അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയും നിലപാട് ആവർത്തിക്കുകയുമാണ് ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഹൈന്ദവ സംഘടന, ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധവും ഒപ്പം വിവിധ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഹൈന്ദവ വിരുദ്ധ പരാമർശവുമായി വീണ്ടും CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രംഗത്തെത്തിയിരിക്കുകയാണ്. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു പത്തനംതിട്ടയിൽ നിന്നും CG ഉമേഷ്.